നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ കൊല്ലം ജില്ലയിലെ 3ാമത് സെന്റർ കൊട്ടാരക്കരയിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ യോഗത്തിൽ ആൽഫയുടെ വിഷൻ 2030 ആശയങ്ങൾ പങ്കുവച്ചു. കൊട്ടാരക്കര ഗാന്ധിമുക്ക് NSS ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ആൽഫ വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, കൊല്ലം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അക്ഷയ് ബാബു എന്നിവർ ക്ലാസ് നയിച്ചു. സംസ്ഥാനത്ത് ആൽഫ നടത്തുന്ന പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ക്ലാസ്സിൽ വിശദീകരിച്ചു. കൊട്ടാരക്കരയിൽ ലിങ്ക് സെന്റർ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് അംഗങ്ങളോട് സഹകരണം ആവശ്യപ്പെടുകയും കൂടുതൽ യോഗങ്ങൾ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അസോസിയേഷൻ ഭാരവാഹികളായ ശ്രീകുമാർ, വാക്കനാട് വിജയൻപിള്ള, വൈ ഡാനിയൽ എന്നിവർ നേതൃത്വം നൽകി. ആൽഫ അന്തിക്കാട് സെന്ററിന് ഭൂമി വാങ്ങുന്നതിലേക്കായി ആൽഫയുടെ പ്രവർത്തകനും ഭാരവാഹിയുമായിരുന്ന അന്തരിച്ച അന്തിക്കാട് വലിയകത്ത് അബ്ദുൽ ഹക്കിന്റെ ഭാര്യ സൂര്യ ടീച്ചർ 10,000 രൂപ സംഭാവന നൽകി. സെന്ററിൽ നടന്ന ചടങ്ങിൽ ആൽഫയ്ക്ക് വേണ്ടി വിജയൻ മാണിക്കത്ത് തുക സ്വീകരിച്ചു. ഫിസിയോതെറാപ്പിസ്റ്റ് മായ, സെന്ററിന്റെ മറ്റ് പ്രവർത്തകരും സംബന്ധിച്ചു. ആൽഫ വെള്ളങ്കല്ലു ലിങ്ക് സെന്റർ യോഗം വൈസ് പ്രസിഡന്റ് പ്രൊഫസർ വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. ആൽഫ പരിചരണത്തിന്റെ 20 വർഷങ്ങൾ എന്ന പേരിൽ സെന്ററുകളിൽ നടത്തുന്ന ചർച്ചായോഗം, സെമിനാർ എന്നിവയെക്കുറിച്ചും ഭാരവാഹികൾക്കായുള്ള റെസിഡൻഷ്യൽ ക്യാമ്പിന്റെ വിവരങ്ങളും യോഗത്തെ അറിയിച്ചു. സെപ്റ്റംബർ 3 വെള്ളാങ്കല്ലൂർ സെന്റർ സെമിനാർ സംഘടിപ്പിക്കും. സെന്ററിൽ കൗൺസിലിംഗും സ്പീച്ച് തെറാപ്പിയും ആരംഭിക്കുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. ഓഗസ്റ്റ് 16 ടൂർ പോകാനും ഓണാഘോഷം ഓഗസ്റ്റ് 30 നടത്താനും തീരുമാനിച്ചു. ഫിസിയോതെറാപ്പി വിഭാഗത്തിലേക്ക് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ സ്പോൺസർ ചെയ്ത മസാജ് ഗൺ ഫിസിയോതെറാപ്പിസ്റ്റിന് യോഗത്തിൽ കൈമാറി. ഓണത്തിന് പരിചരണത്തിൽ ഉള്ളവർക്ക് പച്ചക്കറി കിറ്റ് നൽകും. സെൻട്രൽ കൗൺസിൽ മെമ്പർ TSK അസീസ് നന്ദി പറഞ്ഞു. ആൽഫ ഇരിങ്ങാലക്കുട ലിങ്ക് സെന്റർ സെക്രട്ടറി എൽസമ്മ ജോൺസന്റെ 80ാം പിറന്നാൾ സെന്ററിൽ വോളണ്ടിയേഴ്സും സ്റ്റാഫും ചേർന്ന് ആഘോഷിച്ചു. ഭർത്താവും സെന്ററിന്റെ വോളണ്ടിയറുമായ ജോൺസന്റെ സാന്നിധ്യത്തിൽ കേക്ക് മുറിച്ചും ആശംസകൾ അർപ്പിച്ചുമായിരുന്നു ആഘോഷം. നൈജീരിയൻ സർക്കാരിൽ വിദ്യാഭ്യാസ ഓഫീസറായി ദീർഘകാലം പ്രവർത്തിച്ച ശേഷം വിശ്രമ ജീവിതം നയിക്കവെയാണ് ആൽഫ ഇരിങ്ങാലക്കുട സെന്ററിന്റെ പ്രവർത്തനങ്ങളുമായി ഇരുവരും ബന്ധപ്പെടുന്നത്. കുറച്ചു വർഷങ്ങളായി എക്സിക്യൂട്ടീവ് കൗൺസിലിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ വഹിച്ചു വരികയാണ്. പ്രസിഡന്റ് VJ തോംസൺ, ട്രഷറർ പ്രമീള അശോകൻ, രാധ ടീച്ചർ, OS വർഗീസ്, ഡോക്ടർ നീതുമോൾ എബ്രഹാം, മറ്റു വോളണ്ടിയർമാർ, സ്റ്റാഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.